ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോൻ്റെ ഡിസംബർ എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ട്. ഈ ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റും എൻഡിങ് ഡേറ്റും സാധാരണ രീതിയിൽ മാറാറില്ല. ഇൻ ബിറ്റ്വീനുള്ള ഡേറ്റ്സ് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പം 16 ജൂലൈയിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 2 അവസാനിക്കുന്നത് ജനുവരി 10 ആണ്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് സൺഡേസിൽ മാത്രമേ ലീവ് ഉള്ളൂ. ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നോക്കി എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഏകദേശം ഈ ഡേറ്റിൽ തന്നെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. നിങ്ങളുടെ കോഴ്സ് കോഡ് ഏതാണോ അത് ഈ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് മുകളിൽ കാണുന്ന സെർച്ച് ബാർ വെച്ചിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഏത് സബ്ജക്ട്സ് ഏത് ഡേറ്റിലാണെന്നുള്ളത്. വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതൊക്കെ എക്സാമാണോ ഡിസംബർ 2024 അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അസൈൻമെൻറ്റ്സ് അതിന് മുമ്പായിട്ട് വെച്ചിരിക്കണം. നിങ്ങളുടെ തന്നെ അതാത് സ്റ്റഡി സെൻറ്ററിലാണ് അസൈൻമെൻറ്റ് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെൻറ്റിൻ്റെ ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 30 ആണ്. ഇപ്പോൾ ഉള്ളത് പ്രകാരം സെപ്റ്റംബർ 30 അസൈൻമെൻറ്റ് വയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. പക്ഷേ അതെന്തായാലും ഒരു മാസത്തോളം അങ്ങോട്ട് നീളും. അതായത് നിങ്ങൾക്ക് ഒക്ടോബർ 31 വരെ വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ചില സ്റ്റഡി സെൻറ്റേഴ്സ് ഇഗ്നോ തരുന്ന ലാസ്റ്റ് ഡേറ്റിന് തന്നെയാണ് എക്സാം സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് എടുക്കുക. വേറെ ചില കോളേജസ് ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞും കുറച്ച് ദിവസങ്ങളിലൊക്കെ അസൈൻമെൻറ്റ് സ്വീകരിക്കാറുണ്ട്. അത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണോ അവിടെ എന്നാ ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് ഒന്ന് വിളിച്ച് ഉറപ്പ് വരുത്തുക. അല്ലാന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാതെ സെപ്റ്റംബർ 30 തന്നെ അസൈൻമെൻറ്റ് കൊണ്ടുപോയി വെക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എക്സാം രജിസ്ട്രേഷൻ. ഇഗ്നോ ഡിസംബർ 2024 എക്സാമിൻ്റെ രജിസ്ട്രേഷൻ എന്ന് തുടങ്ങുന്നു എന്നുള്ളത്. നോർമലി ഒരു സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് മുതലാണ് ഈ എക്സാം രജിസ്ട്രേഷൻ തുടങ്ങാറുള്ളത്. അത് ഏതാണ്ട് ഒക്ടോബർ 31 വരെ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ലേറ്റ് ഫീയോട് കൂടി മാത്രമേ എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിയുന്നതും ഒക്ടോബർ 31 മുന്നേ തന്നെ എക്സാം രജിസ്റ്റർ ചെയ്യാൻ നോക്കേണ്ടതാണ്. അതിനുള്ള നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലേ വരുള്ളൂ. അതുകൊണ്ട് എല്ലാവരും തന്നെ കറക്റ്റ് ടൈമിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക, അതുപോലെ എക്സാം രജിസ്റ്റർ ചെയ്യുക, എല്ലാം ചെയ്യുക.